ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മോട്ടിവേഷൻ വീഡിയോ എന്ന് പറയാമോ എന്ന് പോലും എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസസും പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയോട് പറയുന്നത് പോലെയാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിന് ഭയങ്കര നിങ്ങളത് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നു, ഇൻസ്റ്റയിലും വന്നു, യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലും വന്നു. എത്രയോ 100 കമൻസുകളും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. ചില മെസ്സേജസൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ട്. അതായത് ഞാൻ റിപ്ലൈ കൊടുത്തതിൻ്റെ താഴെ കൊച്ചുങ്ങൾ അവരുടെ സ്റ്റോറി വീണ്ടും ഷെയർ ചെയ്ത് ഇങ്ങനെ പോകുന്നത്, അതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോടാ, ഇതിനൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇപ്രാവശ്യത്തെ നീറ്റിന് ഒരു ഹോപ്പില്ല, അതായത് ഒരു പ്രതീക്ഷയില്ല. അവരെല്ലാവരും 25-ലെ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെന്നല്ല, 24-ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്കിപ്പോൾ ഏകദേശം കിട്ടത്തില്ല എന്നുള്ളൊരു നിഗമനത്തിൽ അവർ തന്നെ എത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സാമിന് ശേഷമല്ലേ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ എക്സാമിന് മുന്നേ അങ്ങ് തീരുമാനിച്ച് വെച്ചേക്കുവാണോ എനിക്ക് കിട്ടത്തില്ല. ആ ഒരു തോട്ട് കളഞ്ഞിട്ട് നിങ്ങളിപ്പം 4-5 ദിവസത്തെ കാര്യമുള്ളൂ, നിങ്ങൾ മനസ്സിലെത്തി പഠിക്കുക. അത് എന്തായാലും നമുക്ക് എക്സാം എഴുതിയേ പറ്റൂ. കാരണം നമ്മൾ ഒരു വർഷം വേണ്ടി പഠിച്ചത് അതിന് വേണ്ടിയിട്ടാണ്, നീറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്, ഫീസ് അടച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് എഴുതിയേ പറ്റൂ. അപ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡോടെ പോയി എഴുതുക. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതിനകത്തിൽ ഇപ്പോൾ തൽക്കാലം കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാകും, കുറേയൊക്കെ പഠിച്ചിട്ടില്ലായിരിക്കും. എന്നാലും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് എക്സ്പീരിയൻസ്. അന്നേരം നിങ്ങൾ എന്തായാലും പോയി എഴുതുക. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ കുറച്ച് പോർഷൻസൊക്കെ പഠിച്ചത് ഓർമ്മയില്ല. നമ്മൾ മനുഷ്യരാണ്, പഠിച്ചതൊന്നും. ഇപ്പോൾ ഞങ്ങൾക്കെന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നേ 1 മന്ത് ലീവുണ്ട്. നമ്മൾ ഈ 1 മന്തിനെന്നൊക്കെ പറയുമ്പോൾ കുത്തി ഇരുന്ന് പഠിക്കുമായിരിക്കും. എന്നാൽ പോലും എക്സാമിൻ്റെ തലേന്ന് നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. അതൊരു മനുഷ്യസഹജമായിട്ടുള്ള കാര്യമാണ് ഈ മറന്നു പോകുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ലടാ, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റഡ്ലി വായിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ എക്സാം എഴുതുന്നത്. അപ്പോൾ തൽക്കാലം നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ഈ 4-5 ദിവസം പഠിച്ചതെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോയി എക്സാം എഴുതുക. എക്സാം എഴുതി റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ, നിങ്ങൾക്ക് കിട്ടുമോ കിട്ടത്തില്ലേ, അതൊക്കെ നമുക്ക് അപ്പം നോക്കാം, അപ്പം ഫേസ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടാതാവുന്ന സാഹചര്യത്തിൽ നമുക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഒത്തിരി ഇപ്പം പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കമൻസൊക്കെ ഉണ്ടാകും. നിങ്ങൾ അതിനെ പരമാവധി ബോൾഡായിട്ട് നേരിടുക. ഒന്നും തിരിച്ച് പറയാൻ പോകരുത്. കാരണം നമ്മുടെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഉഴപ്പിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്രാവശ്യം കിട്ടത്തില്ല എന്നുള്ളത് നിഗമനത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതും മനുഷ്യ സഹജമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനെ കൊണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പതറിപ്പോവും. രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം അതാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, അതായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞ് ഈ തുടക്കത്തിൽ തന്നെയുള്ള ആവേശം ഒന്ന് കളയുക. ഈ തുടക്കത്തിൽ ആവേശം കൂടിപ്പോയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവസാനത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് പോകും. ഈ നമ്മൾ റേസിംഗ് ഹോഴ്സിനെ പോലെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പറയത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിലൊരു അത്യാവശ്യം ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു സ്ലോ പേസിൽ തന്നെ പോയാൽ മതി. എന്നിട്ട് ഗ്രാജുവലി ആണ് അത് കൂട്ടിയെടുക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ മാത്രമേ 4-3 മണിക്കൂറൊക്കെ ഉറങ്ങി കഷ്ടപ്പെട്ടിരുന്നെന്ന് പഠിക്കും. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് ആവും. അവർ ആദ്യം റിപ്പീറ്റ് ചെയ്യാനുള്ളവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചുറ്റുമുള്ള ബാക്കിയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അവരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു ഫയർ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ റിപ്പീറ്റോ ചെയ്തവർ ഒന്നും കൂടെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ നീറ്റ് എക്സാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് മുതലോ അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞ് പഠിക്കാനായിട്ട് തുടങ്ങരുത്. നമ്മുടെ മൈൻഡിന് റിലാക്സേഷനൊക്കെ വേണ്ടിയാണ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പോ അല്ലെങ്കിൽ വെളിയിൽ എവിടേക്കോ പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൂളായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. കൂളായിട്ട് ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിലും തുടക്കത്തിൽ തന്നെ വേവ് ഒപ്റ്റിക്സോ അങ്ങനെ ഒന്നും എടുത്ത് വെച്ച് പഠിക്കാതെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു എനർജി കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വലിയ ജേർണി അങ്ങോട്ട് കിടക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ തുടങ്ങുക. അത്യാവശ്യം സ്ലോ പേസിൽ തുടങ്ങി ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കുക. നമ്മുടെ ആ തുടക്കത്തിലുള്ള ആ ഒരു ഫയർ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ മെയിനായിട്ടും പറ്റുന്ന പ്രശ്നം, ഞാൻ എൻ്റെ റിപ്പീറ്റ് സമയത്ത് ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ബുക്ക് എടുത്ത് വെച്ച് പ്രോബ്ലംസ് ചെയ്യുമായിരുന്നു, ഫിസിക്സും കെമിസ്ട്രിയും. 8 ദിവസം കൊണ്ട് നമുക്ക് എക്സാം അടുപ്പിച്ച് ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടത്തുമില്ല. അതിന് ഈ പഠിച്ചതൊക്കെ വെറുതെ ഒരു വേസ്റ്റായി പോകുന്നുള്ള രീതിയിലാണ്. നമ്മൾ ബുക്സ് ഒത്തിരി റെഫർ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ
അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പിന്നെയും ബുക്സ് റെഫർ ചെയ്ത് പഠിക്കാം. അത്യാവശ്യം നമുക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യാം. എന്ന് വെച്ചാൽ അതിലും തന്നെയും പല പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഞാനെന്ന് പറയുന്നത് നീറ്റിൻ്റെ, അതായത് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഫുള്ള് നടക്കുന്ന പല പല എക്സാംസ് ഉണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. MTG എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്തിൽ നമുക്ക് ഇതുപോലുള്ള എല്ലാ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിലെ CET അങ്ങനെ എന്തൊക്കെയോ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടും. കർണാടക എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അങ്ങനെ കുറേ, അതായത് മഹാരാഷ്ട്രയിൽ നടത്തുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കാണ് MTG. അത് റിപ്പീറ്റഡ്ലി സോൾവ് ചെയ്യുക. അതായത് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴൊക്കെ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അന്നേരം ആ ഒരു പാറ്റേൺ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവും. ഈ പല പല ബുക്ക് എടുത്ത് പഠിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചെയ്യുമ്പോൾ ഓർക്കും, പിന്നെ ഇത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. മനസ്സിലായോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചാലും വേണ്ടിയില്ല. അങ്ങനെയൊക്കെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ റിപ്പീറ്റഡ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ബയോളജി ടെക്സ്റ്റ് ഫുൾ ഒരു മിനിമം ഒരു 25 വട്ടമെങ്കിലും നിങ്ങൾ എക്സാംസിന് മുന്നേ വായിക്കുക. അതായത് ഇനി 25 ബാച്ചിനോടാണ് പറയുന്നത്. 25-ൽ നീറ്റ് എഴുതാൻ പോകുന്ന പിള്ളേരോടാണ്. നിങ്ങൾക്ക് സമയം കിട്ടും. ഞാൻ ഈ ഓരോരോ 25 എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇതാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പറ്റുന്നത്രയും വട്ടം വായിക്കാം. നമ്മൾ എങ്ങനെ വായിച്ചു എന്നുള്ളതിനേക്കാളും ഇത് എത്ര വട്ടം വായിച്ചു എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ ഈ ഭയങ്കര എത്ര സൂക്ഷ്മമായിട്ട് വായിച്ചാലും നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകും. അല്ലെങ്കിൽ എത്ര വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ബയോളജിയിലും അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചില ഏരിയ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഏരിയ അയ്യോ ഇത് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അന്നേരം 25 ബാച്ചിലൂടെ ഞാൻ പറയാനുള്ളത് അതാണ്. വീട്ടിലുള്ള ആരുടെയും ഡീഗ്രേഡിങ് കമൻസിന് ചെവി കൊടുക്കാതിരിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, സ്ലോ പേസിൽ പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഇൻ ഷോർട്ടിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുള്ള കമൻസിനെ ചെവി കൊടുക്കാതിരിക്കുക. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വന്ന കമൻസിൽ ഭൂരിഭാഗവും റിഗ്രറ്റ് ഉള്ളവരുടെ കമൻസാണ്. അതായത് ഞാൻ ഉഴപ്പിക്കളഞ്ഞു, ഞാൻ എൻ്റെ ഒരു വർഷം കളഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ച് പറയാനുള്ള അർഹതയില്ല. നമ്മുടെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് പരമാവധി സൈലൻ്റായിട്ടിരിക്കുക. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമുക്കഥവാ മറുപടി കൊടുക്കണം എന്ന് തോന്നുന്നവർക്കൊക്കെ മറുപടി കൊടുക്കാം. അതിനൊക്കെ ഉള്ള സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി, അതായത് അതൊന്നും മൈൻഡാക്കാൻ പോകണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് തുടങ്ങിയാൽ മതി. മൈൻഡിന് അത്യാവശ്യം ഒരു റിലാക്സേഷനോ ഒരു റെസ്റ്റോ ഒക്കെ കൊടുത്തിട്ട് തുടങ്ങിയാൽ മതി. കാരണം ഇത്രയും താങ്ങാനുള്ള ശേഷി നമുക്കില്ല. ഒരു വർഷത്തെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4-5 ദിവസം കഴിഞ്ഞ് അത് വേണ്ട. അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ട് തുടങ്ങിയാൽ മതി. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് തുടങ്ങിയാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക. അതായത് എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ പഠിക്കുക അങ്ങനെ ഞാൻ പറയത്തില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരോടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വിട്ടുപോയി പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ മടി ആവാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ജേണി അല്ലടാ. ഈ ഒരു വർഷം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയ ലോങ് പീരീഡാണ്. 365 ദിവസമില്ലേ. അന്നേരം അതാണ് ഞാൻ പറയുന്നത്, കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അഥവാ എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും ഒന്ന് വായിക്കാൻ ഒരു ദിവസം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ അത് വിട്ട് കളയാതിരിക്കുക. നല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വീഡിയോസ് പ്രതീക്ഷിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരോട് ഞാൻ പറയത്തില്ല കേട്ടോ. അത്യാവശ്യം എനിക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ എന്നെ ചെറുതായിട്ടൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ലടാ, ഞാനത് വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. യു ആർ നോട്ട് എ ക്വാളിഫൈഡ് മെൻറ്റർ എന്ന് പറയുന്നവരുണ്ട്. യു ആർ നോട്ട് എ ക്വാളിഫൈഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നവരുണ്ട്. അതെന്തും ആയിക്കോട്ടെടാ. അത്യാവശ്യം നീറ്റ് എഴുതിയ ഒരാളെന്നുള്ള രീതിയിലെങ്കിലും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ കൺസിഡർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോളാം. ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. ഇല്ലാത്ത സാരമില്ല. ബാക്കിയുള്ള കമൻസ് നോക്കുമ്പോൾ ഈ 10-100 കമൻസിനിടയിൽ ഒരാൾ ഞാൻ കമൻറ്റ് ചെയ്തതിന് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളടാ. ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. വീട്ടുകാരുടെ കാര്യങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ട് അവരോട് ചാടിക്കയറാനോ ഒന്നും നിൽക്കരുത്. കാരണം അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടുകാർ തന്നെ കാണത്തുള്ളൂ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അവരിപ്പോൾ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞാലും ശരിക്കും അവർ മാത്രമേ കാണത്തുള്ളൂ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റേ എഡ്യൂക്കേഷൻ ലോണിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലയിടത്തും അന്വേഷിക്കുമ്പോൾ പല പല രീതിയിലുള്ള കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും മറ്റേ നമ്മൾ വെക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒക്കെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനാണ്. 50 lakhs കിട്ടുമെന്നോ അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൺസിഡറേഷനിലുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിയാടാ. ടാറ്റാ.